ഹായ് ഗൈസ്, വരും നമുക്കിന്നൊരു മൂഡ് ട്രാക്കർ ഉണ്ടാക്കാം. അപ്പോൾ മൂഡ് ട്രാക്കർ ഉണ്ടാക്കാൻ ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതുന്ന ബുക്കാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ലൈൻസ് ഉണ്ട്, നിങ്ങളത് ക്ഷമിക്കുമല്ലോ അല്ലേ? ഓക്കെ. പിന്നെന്താ, ഞാനതിൽ 30 കോളങ്ങളൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ഡേറ്റ്സ് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കൺഫ്യൂഷനായിരുന്നു, ഇത് ഞാൻ ക്യൂട്ടാക്കണോ വിൻറ്റേജ് ആക്കണോ. പിന്നെ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ മെയ് ജേർണൽ ചെയ്തിട്ടുണ്ട്. അപ്പം മെയ് ജേർണലിൽ ഞാനൊരു കവായി തീമിലാണ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വിൻറ്റേജ് ആക്കാമെന്ന്. അങ്ങനെ ഞാൻ വിൻറ്റേജ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രൗൺ പേപ്പറൊക്കെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് അതിലേക്ക് മെയ് എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ കുറച്ച് രസമൊക്കെ ഉണ്ടല്ലോ അല്ലേ? എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ എന്തായാലും. അങ്ങനെ മെയ് എന്ന് എഴുതി കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഞാൻ ഗോളൊക്കെ എഴുതാനുള്ളൊരു ഭാഗമൊക്കെ വിട്ടു കൊടുത്തിട്ടുണ്ട്. അവിടെയും ഞാൻ കുറച്ച് വാട്ടർ കളർ കൊണ്ട് ബ്രൗണൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. വിൻറ്റേജ് ആണെന്ന് പറയണമല്ലോ. പിന്നെന്താ, ബാക്കി വന്ന ബ്രൗൺ ഇങ്ങനെ കുറച്ച് വട്ടം പോലെ ഒരു കുളം പോലെയൊക്കെ വരച്ചു വെച്ചു. ഇതെന്താണെന്ന് നിങ്ങൾ ലാസ്റ്റ് കണ്ട് മനസ്സിലാക്കിക്കോളൂ. കാരണം അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരാനും അറിയില്ല. പിന്നെന്താ, അത് ഉണങ്ങുന്ന സമയത്ത് ഞാൻ ഹാപ്പി ബാഡ് അതിനൊക്കെ കളർ ചെയ്ത് കൊടുത്തു. പിന്നെ അത് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ മേലേക്ക് കൂടി ഒരു ബ്ലാക്ക് ഇങ്കുള്ള പേന കൊണ്ട് കുറച്ച് ലീഫ് വരച്ചു കൊടുത്തു. അപ്പോൾ കാണാൻ ഇങ്ങനെ ആയിരുന്നു. നല്ല ഭംഗിയുണ്ടല്ലേ? എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ എന്തായാലും. നല്ല ഭംഗിയുണ്ടല്ലേ? അപ്പോൾ നിങ്ങളുടെ തോട്ടം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക.